ഹായ്, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. നമ്മളെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത ചിലരുണ്ട്. ഈ ഭൂമി എല്ലാവരുടെയാണെന്ന് പറയുമ്പോഴും ചിലരുടെ വിചാരം ഇത് അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മെ നേരിട്ട് ഉപദ്രവിക്കാനും ഒളിഞ്ഞിരുന്ന് ഉപദ്രവിക്കാനും നമ്മുടെ സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്താനും ഇവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഇത് ഒരാളുടെ വിഷയമാണെന്ന് കരുതി തള്ളിക്കളയരുത്. നമുക്ക് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇത്തരം ഒരു കാര്യത്തിന് ഇരയാകേണ്ടി വന്നേക്കാം. ഇപ്പോൾ സൈബർ ലോകത്തൊക്കെ ഇത്തരം സാധ്യതകൾ കൂടി വരുന്ന കാലയളവ് കൂടിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചതാണ്. ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ്. മദ്യപാനവും കുറച്ച് കടക്കണിയൊക്കെ ആയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അപ്പോഴേക്കും ഇവരുടെ കുഞ്ഞിന് 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ബന്ധുക്കളുമായിട്ട് നല്ല സഹകരണമൊന്നും അല്ലായിരുന്നു അപ്പോൾ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുമൊത്ത് ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലാണ് ഈ സ്ത്രീ ചെന്ന് പെട്ടത്. ജീവിക്കാൻ വലിയ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില കൂട്ടുകാരികൾ നിമിത്തം ഒരു ബ്യൂട്ടി പാർലറിൽ പോയി നിന്ന് ജോലി ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോയി ആ തൊഴിലിൽ കുറച്ച് വൈദഗ്ധ്യം നേടിയപ്പോൾ സ്വന്തമായിട്ട് ഒരു പാർലർ ഇട്ട് അതിലാണിപ്പോൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് രാത്രി 9-9:30 വരെ ആ പാർലർ തുറന്നിരിക്കും. അവിടുത്തെ ജോലി കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ വീട്ടിലേക്ക് മടങ്ങിയെത്തുക. നഗരത്തിലാണ് ഈ പാർലർ ഉള്ളത്. ഏതാണ്ട് അരമണിക്കൂർ സഞ്ചാരം വീടുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഇവരുടെ മകൾക്കിപ്പോൾ 13.5 വയസ്സായി. അവൾ നഗരത്തിലെ പ്രശസ്തമായ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വൈകുന്നേരം 5:45 അടുപ്പിച്ച് വീട്ടിലെത്തും. വന്നിട്ട് അവൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് ചെയ്യും. മാത്രമല്ല അവൾ കുറച്ച് കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവളാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് ആ കുട്ടി ഇരിക്കുമ്പോൾ ഈ അമ്മ വരും. 9:30 കഴിയുമ്പോൾ അമ്മ വരും. പിന്നെ അവരുടെ ലോകമാണ്. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. ആർക്കും ശല്യമില്ലാത്ത ഒരു ജീവിതമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവരുടെ വീട്ടിന് തൊട്ട് അപ്പുറത്തൊരു വീടുണ്ട്. അവിടെ ഉള്ളത് ഒരു അമ്മയും മകളുമാണ്. മകൾ ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ആളാണ്. അമ്മയ്ക്ക് ഭർത്താവില്ല. ഇങ്ങനെയാണ് അവരുടെ ഒരു കുടുംബം. ഈ അയൽപക്കത്തെ കുടുംബത്തിലെ ആ 2 സ്ത്രീകൾ എല്ലാവരെയും കുറ്റം പറഞ്ഞ് നടക്കുന്നവരാണ്. മാത്രമല്ല ഏതൊരു കാര്യത്തിലും ഇവർക്ക് ശല്യമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. അതായത് വീട്ടിലെ ചപ്പുചവറുകൾ കൊണ്ടുവന്ന് ഇവരുടെ വളപ്പിലിടുക, ആവശ്യമില്ലാത്ത തുണിത്തരങ്ങളൊക്കെ വലിച്ചെറിയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം മോശപ്പെട്ട പദങ്ങൾ പറയുക, തെറി പറയുക, നാട്ടുകാരെടുത്ത് അനാവശ്യങ്ങൾ പറഞ്ഞു കിടക്കുക. ഇതൊക്കെയാണ് ഈ അയൽവാസികളായിട്ടുള്ള 2 സ്ത്രീകളും കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇവരടുത്ത് ഒന്നും പറഞ്ഞാൽ ശരിയാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഉടമയായിട്ടുള്ള സ്ത്രീ മിണ്ടാതെ പോവുകയും ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ അടുത്തായിട്ട് ഇവർ രാത്രി വൈകി വരുമ്പോൾ അയൽ വീട്ടുകാർ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട പദങ്ങൾ പറയുക, അഴിഞ്ഞാടാൻ പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാട്ടുകാരടുത്ത് ഇവരിങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൽ നാട്ടുകാരിൽ ഇവരുടെ വാക്കുകൾ കേട്ട് രസിക്കുന്ന ചിലരും ഉണ്ട്. അപ്പോൾ ഇവരെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് മോള് വീട്ടിൽ വന്നിട്ട് അമ്മയടുത്ത് വിളിച്ചു പറഞ്ഞു, അമ്മ ഇവിടെ കഴിക്കാൻ നൂഡിൽസ് ഇരിപ്പില്ല, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന്. അതായത് എന്നും ആ കുട്ടി വന്നിട്ട് നൂഡിൽസ് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി സ്വയം കഴിക്കുന്നൊരു ശീലമുണ്ട്. ചൂടോടെ കഴിക്കും. അപ്പോൾ അന്ന് നോക്കിയപ്പോൾ അത് തീർന്നു പോയി. അപ്പോൾ കുറച്ചകലെ ഒരു 2 മിനിറ്റ് നടന്നാൽ ഒരു കടയുണ്ട്. ആ കടയിൽ പോയി ഒന്ന് മേടിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു. അപ്പോൾ സമയം 6 മണി 7 മണി അടുപ്പിച്ചായി. ഇരുട്ട് വീണ് തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നീ പെട്ടെന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഈ കുട്ടി ഇച്ചിരി ധൈര്യമൊക്കെ ഉള്ള കുട്ടിയാണ്. അവൾ ഇറങ്ങിപ്പോയി കടയിൽ ചെന്ന് നൂഡിൽസും മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഗേറ്റ് കിടന്നപ്പോൾ അയൽ വീട്ടിലെ 2 സ്ത്രീകളും മതിലിൻ്റെ അപ്പുറത്ത് വന്നെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഓ, അമ്മയെ പോലെ മോളും അഴിഞ്ഞാടാൻ പോയി തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് പോയി. ഇത് കേട്ടപ്പോൾ ഈ കുട്ടിക്ക് വളരെ സങ്കടമായി. അങ്ങനെ അമ്മയടുത്ത് വിളിച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെ മോശപ്പെട്ട പദം എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്കൊട്ട് സഹിക്കാൻ വയ്യാതായി. അന്ന് രാത്രി വന്നപ്പോൾ അമ്മ ആ സ്ത്രീകളെടുത്ത് ചോദ്യം ചെയ്തു. അതിന് മറുപടിയായിട്ട് ഇവർ ഒരുപാട് മോശ പദങ്ങൾ പറയും. ആ നാട്ടുകാരുടെ അടുത്തെല്ലാം വിളിച്ച് ഇവർ മോശപ്പെട്ട ജീവിത വൃത്തി നടത്തുന്നവരാണെന്ന് എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് തിരിച്ച് അത്രത്തോളം ആ മറ്റു സ്ത്രീകളെ പോലെ മോശപ്പെട്ട പദങ്ങളൊന്നും പറയാനുള്ള ഒരു കഴിവ് ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർ വല്ലാതെ വിഷമത്തിലായി, ആകെ കൂടി തകർന്ന നിലയിലായി. കാര്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപമാനം അവർക്കതിൽ തോന്നി. പ്രത്യേകിച്ച് കുഞ്ഞിനെ കൂടുതൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് ഇച്ചിരിയുള്ള ഈ സ്ഥലമാണ്, ഈ വീടാണ്. ഇനി ഇത് കളഞ്ഞിട്ട് വേറെ അടുത്ത് പോയി താമസിക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി തൽക്കാലമില്ല. അതുകൊണ്ട് അവർക്ക് കുറച്ച് നാളും കൂടെ ഇവിടെ തുടർന്നേ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയുന്നത്, ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ കരകയറാൻ പറ്റും? എൻ്റെ ജീവിതം മൊത്തത്തിൽ ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടി വല്ലാതെ മാനസിക പ്രശ്നത്തിൽ ഏർപ്പെടുകയാണ്, എന്ത് ചെയ്യുമെന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അവർക്ക് ചില സൊല്യൂഷൻസൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എങ്കിലും ഞാനിത് ചിന്തിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ എന്തുമാത്രം ദുർവൃത്തികളാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും അവരെ ജീവിക്കാൻ വിടാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ
ജീവിതത്തിൽ മനുഷ്യരുടെ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾക്ക് തൊഴിൽ സ്ഥലത്തായിരിക്കും പ്രശ്നം, ഒരാൾക്ക് കുടുംബത്തിനകത്തായിരിക്കും പ്രശ്നം, ചിലർക്ക് നേരിട്ട് ശത്രുക്കളുമായിട്ട് പോരാടേണ്ടി വരും, ചിലർക്ക് മറഞ്ഞിരിക്കുന്നവരുമായിട്ടായിരിക്കും ഏറ്റുമുട്ടേണ്ടി വരിക, ചിലർക്ക് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ ചുറ്റുപാട് കാണും, ചിലർക്കാകട്ടെ കൂടെയുള്ളവർ തന്നെ വലിച്ച് താഴെയിടുന്ന പ്രകൃതമായിരിക്കും ഉണ്ടാവുക. നമ്മെ ഒരു തരത്തിലും വളരാൻ സമ്മതിക്കാതെ നമ്മുടെ സ്വൈരജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് നമ്മളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പലതരത്തിൽ വരാറുണ്ട്. ചിലരാകട്ടെ വിമർശനങ്ങളും കൊണ്ടുവരും, ചിലർ സഹായിക്കാനെന്നുള്ള മട്ടിൽ വന്നിട്ട് നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കും, മറ്റു ചിലരാകട്ടെ നമ്മളോടൊപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് മോശം പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ആരായാലും ശരി, നിങ്ങളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷ നേടാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. അവരെ പോയി തിരിച്ച് പുലഭയം പറയുകയോ അവരെ തിരിച്ചടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടേതായ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യത്തെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മാനസിക ശക്തിയെ നമ്മൾ ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. നമ്മളെ നിരന്തരമായിട്ട് തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മേലെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു അതീശത്വം നേടാൻ നമ്മൾ ശ്രമിക്കണം. അവരുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ശക്തി നമ്മളെപ്പോഴും കെട്ടിപ്പടുക്കണം. അവർ എന്തും പറഞ്ഞോട്ടെ, എനിക്ക് എൻ്റേതായ ജീവിതം നയിക്കാനുള്ള അവകാശമുണ്ട് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജോലിസ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ഒരു കാരണവുമില്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ അത് ആദ്യം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇയാൾ കുറ്റപ്പെടുത്തുന്നതെന്ന്. അങ്ങനെ അല്ല എന്ന് നമുക്ക് ബോധ്യമാകുന്ന സ്ഥിതിക്ക് പിന്നെ അതിനെ ചെവിക്കൊള്ളാൻ നിൽക്കണ്ട. പകരം ഇത് ഈ മനുഷ്യൻ്റെ കുഴപ്പമാണ്, ഈ മനുഷ്യൻ്റെ മനസ്സ് നന്നാവാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലാതെ അവർക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ പോകും. പക്ഷേ ഇതും മനസ്സിൽ ചുമന്ന് അന്നത്തെ ദിവസമോ അടുത്തുള്ള ദിവസമോ നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മുടെ വേദന കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത്, വ്യക്തമായിട്ടുള്ള അതിരുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങൾക്ക് ഒരു അതിരുണ്ട്. ആ അതിരിനെ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. ചില വ്യക്തികൾ ഈ അതിരുകളെല്ലാം ലംഘിച്ച് നമ്മെ നിയന്ത്രിക്കാനോ നമ്മളെ അനുസരിപ്പിക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കുക തന്നെ വേണം. ഇത് എനിക്ക് സമ്മതിക്കാനാവില്ല, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ പ്രവർത്തിക്കൂ എന്നുള്ള രീതിയിൽ നമ്മളുടെ പ്രതികരണം അവിടെ ഉണ്ടായേ തീരൂ. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അടിമയായി ആജ്ഞാനുവർത്തിയായിട്ട് മാറിപ്പോകും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഉള്ള ഒരാൾ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പറയേണ്ടത്, ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില അവകാശങ്ങളുമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത് തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറയേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ, അനാവശ്യമായി ഒരാളും നമ്മുടെ മേൽ ദുസ്വാതന്ത്ര്യം കാണിക്കാനുള്ള ഇടം നാം തന്നെ ഒരുക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതികരിക്കുക എന്നുള്ളതാണ്. ചില മനുഷ്യർ എന്ത് കാര്യത്തെയും എതിർത്ത് നിൽക്കുന്നതായിട്ട് കാണാം. പലപ്പോഴും ഇത് ശരിയായ വഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലയിടങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കേണ്ടതുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ചില മനുഷ്യർക്ക് നമ്മുടെ എതിർപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മെ കുറ്റപ്പെടുത്തുക. നമ്മൾ എതിർത്ത് കഴിയുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരെ പൊതുവിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. പലപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് മോശം കമൻ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചില സ്ത്രീകളൊക്കെ അതിൻ്റെ കമൻ്റൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് പ്രദർശിപ്പിക്കുന്നതാണ്. പൊതുവിൽ ഞാനൊക്കെ ചെയ്യുന്നത് ഇത്തരക്കാരെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അത്തരം കമൻറ്റുകളെ കണ്ടില്ല എന്ന് അടിക്കുക. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ചില ആൾക്കാരുടെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള കെണിയിൽ വീഴാതിരിക്കാൻ നമുക്ക് തന്നെ ശ്രദ്ധിക്കാം. ഇതെടുത്ത് തലയിൽ വെക്കേണ്ട. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പുലഭ്യം പറയുന്ന മാനസിക രോഗികൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതികരണം ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്ക് നേർക്കാണെന്നൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്ക് ഒരു തരത്തിൽ അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലും മനുഷ്യരെടുത്ത് ചുമ്മാ വാഗ്വാദത്തിന് പോകണ്ട. നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റുമെങ്കിൽ അത്രയും മതി, മറുപടി കൊടുക്കാനേ പോകേണ്ടതില്ല. നാലാമത്തെ കാര്യം, നമ്മൾ പിന്തുണയ്ക്കായിട്ട് ആൾക്കാരെ കണ്ടെത്തിയിരിക്കണമെന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സാമൂഹ്യ ജീവിയാണല്ലോ. എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമല്ല. എന്നാൽ ഇന്നത്തെ മനുഷ്യർ പലരും തങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. ഒരു വിഷമം തുറന്നു പറയാൻ അവർക്ക് ആരും ഉണ്ടാവുകയില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുറച്ച് സുഹൃത്തുക്കളോ വിശ്വസ്തരായിട്ടുള്ള 1-2 പേരെങ്കിലും നമുക്ക് വേണം. കാര്യം നമ്മുടെ പ്രശ്നങ്ങളെ നമുക്ക് തുറന്നു പറയണം, ചില സഹായങ്ങൾ നമുക്ക് അവരിൽ നിന്ന് നേടിയെടുക്കണം. ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. അല്ലാതെ തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് പോകാതിരിക്കണം. കാര്യം ഇങ്ങനെ ചില വ്യക്തികളുടെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മൾ
നമ്മുടെ സഹായിയായിട്ടുള്ള കുറച്ച് പേരെ കണ്ടെത്തണം. ഇവിടെ ഇപ്പോൾ നോക്കൂ, അയൽവാസികളായിട്ടുള്ള സ്ത്രീകൾ ഈ അമ്മയും മകളെയും കുറ്റപ്പെടുത്തിയപ്പോൾ അവർ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ പരിഹാസം ഏൽക്കേണ്ടി വന്ന അമ്മയ്ക്കും മകൾക്കും ആരുമില്ല. കാര്യം ഇവർ മറ്റുള്ള അയൽവാസികളുമായിട്ട് യാതൊരുവിധ ബന്ധവും സ്ഥാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് സുഹൃത്തുക്കളൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പാടില്ല. നമ്മളെപ്പോഴും കുറച്ച് പേരെങ്കിലും നല്ലവരായിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളത് ഗുണപരമായിട്ടുള്ള കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം, നോ പറയാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവരുടെ ചൂഷണത്തിന് ഇരയാകുന്ന പലരും നോ പറയാൻ മടിക്കുന്നവരാണ്. ഒരാൾ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമുക്ക് തരുമ്പോൾ അത് നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നോ തന്നെ പറയണം. അപ്പോൾ ചിലപ്പോൾ ഒരു സംഘർഷം ഉണ്ടായി എന്ന് വന്നേക്കാം, പക്ഷേ അത് നാളത്തേക്ക് നല്ലതാണ്. കഴിയാത്ത ഭാരം വലിച്ച് നിങ്ങൾ കിതച്ച് വീഴുമ്പോഴും അവർ നിങ്ങളെ ശകാരിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് ഏറെ ഉത്തമം. ആറാമത്തെ കാര്യം, സ്വയം വിലമതിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ചെളി വാരിയെറിയുന്നവർ നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വാക്കുകൾ പറയും. നമുക്ക് കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളതിൽ പതറിപ്പോകില്ല. അതായത് ഒരാൾ നമ്മെ തേന്നോ അങ്ങനെയുള്ളൊരു വേർഡ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തളം കെട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളതിനെ സ്വീകരിച്ചു എന്നാണ്. അയാൾ പറഞ്ഞ ആ പദത്തെ നമ്മളെടുത്ത് കഴുത്തിൽ തൂക്കിയിട്ടു എന്നാണ് അർത്ഥം. പക്ഷേ നമുക്കധികം ദുഃഖമൊന്നും തോന്നിയില്ല എങ്കിൽ നമ്മളതിനെ നിരാകരിച്ചു എന്നാണ് അർത്ഥം. അതായത് ആ പറഞ്ഞ വ്യക്തിക്ക് വിവരമില്ല, വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്രതികരിച്ചെങ്കിൽ, നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അത് ആ വ്യക്തിയുടെ കയ്യിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഉള്ളിലെടുത്ത് വയ്ക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പല മനുഷ്യരും നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടോ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നിരിക്കും. എല്ലാത്തിനും ചാടിക്കയറി പ്രതികരിക്കാൻ പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സഹായങ്ങൾ തേടി നിയമപരമായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഏഴാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, പ്രായോഗിക നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞില്ലേ ചില വ്യക്തികൾ. പക്ഷെ ഒരു തൊഴിൽ മേഖലയിൽ ഒരു മേലധികാരിയായിട്ടുള്ള ഒരാൾ ഒരു തരം പീഡനം മറ്റുള്ള സഹപ്രവർത്തകർക്ക് മേലിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മേലധികാരിയുടെ ഈ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ HR-ൻ്റെ അടുത്ത് പറയണം. HR-ൻ്റെ അടുത്ത് പറ്റിയില്ലെങ്കിൽ മറ്റുള്ള നിയമസഹായങ്ങൾ, പുറമേ നിന്നുള്ള നിയമസഹായങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി തേടേണ്ടി വരും. എല്ലായിടത്തും ഇത്തരം കടന്നുകയറ്റങ്ങളെ നിശബ്ദമായി നമുക്ക് ചേർക്കാൻ പറ്റില്ല. അത്യാവശ്യം വേണ്ടുന്നിടത്ത് നമ്മൾ നിയമപരിരക്ഷ തേടേണ്ടതുണ്ട്. എട്ടാമത്തെ കാര്യം, ദൂരം പാലിക്കുക എന്നുള്ളതാണ്. ചില വ്യക്തികൾ നമ്മെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നവരാണ്. നമ്മൾ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഇവർ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവരിൽ നിന്ന് അകലം പാലിക്കാൻ നമ്മൾ വളരെ കഷ്ടപ്പെടേണ്ടി വരും. ഇതിന് പ്രധാന കാരണം നമ്മുടെ കീഴടങ്ങുന്ന ഒരു മാനസിക സ്ഥിതി അവർക്കറിയാം. പിന്തുടർന്ന് ശല്യം ചെയ്താലും നമ്മൾ അധികം അങ്ങോട്ട് പ്രൊവോക്ക് ആവില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നൊക്കെ അവർ ചിന്തിക്കും. പരമാവധി നമ്മൾ ഇവരിൽ നിന്ന് ദൂരം പാലിക്കണം. നമ്മൾ നിയർലി ആണ് അവരുമായിട്ട് നിൽക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് അകന്ന് മാറണം. അതിലും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ഇവിടെ തേടേണ്ടി വരും. കാര്യം നമുക്ക് രക്ഷ വേണമല്ലോ, അതിന് പൊതു നിയമങ്ങൾ ഇവിടെയുണ്ട്, അത് നമ്മെ സഹായിക്കുകയും ചെയ്യും. ഒൻപതാമത്തെ കാര്യം, നിങ്ങളുടെ ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വെറുതെ കുറ്റം പറയുക, അനാവശ്യം പറയുക, നമ്മളെ ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ മനസ്സിനെ തളർത്തി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുക എന്നുള്ളതാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. വീട്ടിനകത്തായാലും പുറത്തായാലും ഇത്തരക്കാരെ നമ്മൾ അവഗണിക്കേണ്ട കാര്യം, ഇവരെ തലയിൽ ചുമന്നുകൊണ്ട് നടന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടുന്ന ആ തീവ്രത, ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശിച്ച ലക്ഷ്യം ഏതാണ് അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ സ്വീകരിക്കേണ്ട മാർഗം. പത്താമത്തെ കാര്യം, മാനസിക സമാധാനം ഉറപ്പുവരുത്തുക. ഇവിടെ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഇത്തരക്കാരെ നമുക്ക് നേരാവണ്ണം നിയന്ത്രിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. കാര്യം അവർ ശക്തരായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് നിരന്തരം കലങ്ങിക്കൊണ്ടിരിക്കും. നിരന്തരമായിട്ടുള്ള സമ്മർദ്ദമേറ്റ് നമ്മൾ വാടിപ്പോയി എന്ന് വന്നേക്കാം. ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ, ധ്യാനം, ഈശ്വര പ്രാർത്ഥന ഇവയൊക്കെ സ്വീകരിക്കേണ്ടി വരും. കാരണം പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് നമ്മളൊരു ബോധവാനായിരിക്കണം. നമ്മൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം പ്രപഞ്ചത്തിലേക്ക് തന്നെ പറയണം. കാര്യം ഇത് നമുക്ക് വലിയ ആശ്വാസം നൽകും. കാര്യം പ്രപഞ്ചത്തിൻ്റെ കോണിൽ നിന്ന് നമ്മളെ ഈ വളർത്തുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, അത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളെ സമ്മാനിക്കുകയും ചെയ്യും. നിങ്ങളെ സഹായിക്കാൻ ഇതുമൂലം ആരെങ്കിലുമൊക്കെ വന്ന് ചേരുകയും ചെയ്യും. മാത്രമല്ല ഇത്തരക്കാരുടെ കുരമ്പുകളേറ്റ് തളർന്നുപോയ മനസ്സിനെ ശക്തമാക്കാൻ നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന്
ഇത്തരം ചിന്തകളെയെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതുവരെ പറഞ്ഞത് ഓരോരുത്തരുടെയും വിഷയം വ്യത്യസ്തമായിരിക്കും. നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നുള്ള ശല്യങ്ങൾ അത് എത്തരത്തിലായാലും ശരി, നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. കാര്യം എല്ലാത്തിനെയും മാറ്റിയിട്ട് എല്ലാ തടസ്സങ്ങളെയും നീക്കിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാമെന്നൊക്കെ കരുതുന്നത് വ്യാമോഹമാണ്. ഈ തിരക്കുകൾക്കും ഈ ബഹളങ്ങൾക്കും ഇടയിലൂടെ നമ്മുടേതായ ജീവിതം നയിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ നാം ചെയ്യേണ്ടത് സമൂഹത്തെ മാറ്റാനുള്ള ശ്രമങ്ങളല്ല, പകരം നമുക്ക് എങ്ങനെ മാറാൻ കഴിയും എന്നുള്ള ചിന്തകളാണ് നമ്മിൽ വേര് പിടിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ കരുതുന്നത് നമ്മുടെ ശക്തി അത് പുറത്തുനിന്ന് എവിടുന്നോ വരുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ശക്തി ഉണ്ടാവേണ്ടത്. മറ്റൊന്നിനു മുന്നിൽ ഞാൻ കീഴടങ്ങുകയില്ല എന്ന വാശി നമ്മുടെ ഉള്ളിലാണ് വരേണ്ടത്. അനാവശ്യ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നിൽക്കും എന്ന ചിന്താഗതി നമുക്കാണ് വേണ്ടി വരുന്നത്. നമ്മെ നിരന്തരമായിട്ട് കുറ്റം പറയുന്ന, വേദനിപ്പിക്കുന്നവരെല്ലാം വെറും കൃമി തുല്യരാണെന്ന് ബോധം വരേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ആത്മധൈര്യം തന്നിട്ടുണ്ട്, നിങ്ങളുടെ വഴിത്താരയിൽ കുറച്ചെങ്കിലും വെളിച്ചം പകരാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഒരു വിജയമായിട്ട് തന്നെ ഞാൻ കരുതുന്നുണ്ട്. കാര്യം ഇത്തരം പല സന്ദർഭങ്ങളിലും ഞാൻ സ്വീകരിച്ച മാർഗങ്ങളാണ് നിങ്ങളോട് ഈ പറഞ്ഞു തന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാൻ മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ വേണമെങ്കിൽ അക്കാര്യങ്ങൾ കൂടി പറയണം. വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബായ്.